അന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം കഴിഞ്ഞ ദിവസം നമ്മൾ ഞെട്ടലോടെ കണ്ട കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ ചർച്ച ചെയ്യുന്നൊരു വാർത്തയാണ്. അതിൽ ഏറ്റവും പുതുതായിട്ട് ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അത് കൊല്ലപ്പെട്ട പെൺകുട്ടി ഫർസാനെ അഫാൻ ഫോണിൽ വിളിക്കുന്ന CCTVയിൽ റെക്കോർഡ് ചെയ്തൊരു ശബ്ദം പുറത്തു വരികയാണ് ഇപ്പോൾ. അതെ, ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതിന് തൊട്ട് മുൻപ് നീ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അഫാൻ ചോദിക്കുന്നു. ബസ് സ്റ്റോപ്പിനടുത്ത് നിൽക്കുന്നു. അതായത് ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിക്കുന്നതിന് വേണ്ടി അഫാൻ നടത്തിയ കോള്, അതിൻ്റെ റെക്കോർഡാണ്, CCTVയിൽ നിന്നുള്ള റെക്കോർഡാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ. ഇത് കൊലപാതകത്തിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള അന്ന പറഞ്ഞതുപോലെ തന്നെ അഫാൻ ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ടെലിഫോൺ സംഭാഷണവും നമുക്ക് കേൾക്കാം. ഫർസാന സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ CCTVയിൽ പതിഞ്ഞ ഓഡിയോ കൂടിയാണിത്. ഓഡിയോയും വീഡിയോയുമാണ്. അപ്പോൾ വിജിൻ കൂടിയുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, ആദ്യഘട്ടത്തിലൊക്കെ ഫർസാനയുടെ വീടിനടുത്തെത്തിയാണ് അഫാൻ ഈ പെൺകുട്ടിയെ കൂട്ടിയത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അങ്ങനെയല്ല, വെഞ്ഞാറമൂട്ടിലേക്ക് ഈ പെൺകുട്ടി എത്തിയതിനു ശേഷം അവിടെ നിന്ന് കൂട്ടുകയാണ് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും, CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഇത് കേസിൽ എത്രത്തോളം നിർണായകമായ സംഗതിയാണ്? ഈ CCTV ഫുട്ടേജിൽ നിന്നുള്ള റെക്കോർഡിൽ എന്തൊക്കെയാണ് പറയുന്നത്? അന്നാസിദ, ഇക്കാര്യത്തിൽ ഇത് കേസിൽ നിർണായകമായ തെളിവാകുന്നതിന് അപ്പുറം ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും എത്ര നിഷ്കളങ്കമായാണ് ഫർസാന ഈ അഫാന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നതും അവനെ കാണാനായി അവിടെ കാത്തുനിൽക്കുന്നതും എന്നുള്ളത്. ഒരു ഏകദേശം 15-20 മിനിറ്റോളം സമയം നടന്നാണ് ഫർസാന ഈ അഫ്സാനെ കാണാനായി എത്തുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി ട്യൂഷൻ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം റോഡിൽ ബസ് സ്റ്റോപ്പിന് അടുത്തൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ നൽകിയതാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിനുശേഷം ഒരു ഇടവഴിയിലൂടെ, പോലീസ് സ്റ്റേഷന് അടുത്തുള്ള ഒരു ഇടവഴിയിലൂടെ ഏകദേശം 15 മിനിറ്റിന് മുകളിൽ ദൂരം നടന്നാണ് ഫർസാനെ കാത്തിരിക്കുന്നത്, അഫാനെ കാത്തിരിക്കുന്നത്. എന്തായാലും അതിനു മുമ്പ് ഈ കവലയിൽ വന്നു നിന്ന് അഫാൻ ഫർസാനയെ ഫോണിൽ വിളിക്കുന്നു. അത് ലൗഡ് സ്പീക്കറിലിട്ടാണ്. കാരണം ഹെൽമെറ്റ് ഉൾപ്പെടെ ധരിച്ചാണ് അഫാൻ യാത്ര ചെയ്യുന്നത്, ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് നീ എവിടെ നിൽക്കുന്നു എന്ന് ഫർസാനയോട് അഫാൻ ചോദിക്കുന്നു. അപ്പോൾ ഫർസാന മറുപടി പറയുന്നത്, ഞാൻ ഈ തൊട്ടടുത്ത ഒരു വർക്ക്ഷോപ്പിന് മുന്നിലായി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അതിൽ അവിടെ ഉണ്ട്, അങ്ങോട്ട് വന്നാൽ മതി എന്നാണ്. ഈ ഇടവഴി തിരഞ്ഞെടുത്തത് സ്വാഭാവികമായും ഈ പ്രദേശത്ത് ഫർസാനയുടെ വീടിന്റെ പ്രദേശത്തൂടെയുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും കാണും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അഫാനെ അത്രമേൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഫർസാന അവൾ ഈ അഫാന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അഫാൻ അവിടെ എത്തുന്നു, ഇവരെ കൂട്ടി കൊണ്ടുപോകുന്നു. ഇതാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. ഏറ്റവും പ്രധാനം ഈ ഫർസാനയെ അഫാൻ വിളിച്ച് വരുത്തുന്ന അതിന്റെ ഓഡിയോയും
ഒപ്പം തന്നെ ഫർസാന നടന്നു വരുന്ന വിവിധ ദൃശ്യങ്ങളുമാണ്. കൂടുതൽ ദൃശ്യങ്ങൾ കൂടി അതിലുണ്ട്. അത് നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് കൂടി കുറച്ചുകൂടി കാണാൻ, അതിന്റെ വൈകാരികത മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വിജൻ, ആ ദൃശ്യങ്ങൾ വിജൻ പറഞ്ഞതുപോലെ എല്ലാം പറയുന്നുണ്ട്. അന്ന, ഈ കേസുമായി ബന്ധപ്പെട്ട് അഫാൻ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ, മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മ ചികിത്സയിലാണ്. അവരുടെ മൊഴി ഏറ്റവും പ്രധാനമാണ്. അതിനുള്ള നടപടിക്രമങ്ങളും അതെ, നാളെ മൊഴിയെടുക്കും എന്നാണ് മനസ്സിലാകുന്നത്. വിജയനാണ് ആ വാർത്തയിൽ വിവരങ്ങൾ നൽകിയത്.